ഹലോ, ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുചണ വിത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ചെറുചണ വിത്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സിനെ പറ്റിയിട്ടുള്ളതാണ്. അതിൻ്റെ ഗുണങ്ങളും അത് യൂസ് ചെയ്യേണ്ട രീതിയും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചെറുചണ വിത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിനത്തിൽ പെട്ടിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഇതൊരു സൂപ്പർ ഫുഡാണ്. നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസമായിരുന്നു ഇത് കിട്ടാനായിട്ട്. പക്ഷേ ഇപ്പം അങ്ങാടിക്കടയിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാ ഷോപ്സിലും ഇത് അവൈലബിൾ ആണ്. പക്ഷേ കുറേ പേർക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ല. ചിലർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷേ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ചെറുചണ വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ പ്രോട്ടീനും കാർബ്സും അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ്, മിനറൽസ് അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചെറുചണ വിത്ത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുതിര പോലെയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നിറയെ അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല കൊഴുപ്പാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. ഇപ്പോൾ നമുക്ക് നോർമലി ഇത് കിട്ടുന്ന ആഹാര സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ മീനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമുക്ക് ധാരാളം കിട്ടുന്ന ഒരു കാര്യമാണ് മീൻ. പക്ഷേ പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടുന്ന ഒരു സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുചണ വിത്താണ്. ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ഉണ്ടാവുന്ന കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി അങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ആർട്ടറീസിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, പിന്നെ നമ്മുടെ ഹൃദയമിടിപ്പ് സാധാരണഗതിയിലാക്കാനായിട്ട്, ബ്ലഡ് പ്രഷർ കുറയ്ക്കാന്ന് വെച്ചാൽ നോർമൽ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. പിന്നെ അത് മാത്രമല്ല ഇതിൽ നിറച്ച് സൊല്യുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്, ചേച്ചി ഫ്ലാക്സ് സീഡ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ വെയിറ്റ് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകാനായിട്ടൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നല്ലതാണ്. കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള സൊല്യുബിൾ ഫൈബേഴ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നത് കുറയ്ക്കും. അതുപോലെ നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവല് നോർമലാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മളുടെ വെയിറ്റ് ലോസിനും നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകേണ്ട ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഭക്ഷണ പദാർത്ഥമാണിത്. പിന്നെ അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മൾക്ക് ഈ ക്യാൻസർ, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, സ്കിന്നിൽ ഉണ്ടാവുന്ന ക്യാൻസറൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്ത്രീകളിലൊക്കെ ഉണ്ടാവണം മെനോപോസ്, ആർത്തവ വിരാമം എന്ന് പറയുന്നത്. ആ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ നമ്മുടെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുന്നതാണ്. ഭയങ്കര ചൂടും അതുപോലെ സ്വെറ്റിങ്ങും ഹൃദയമിടിപ്പൊക്കെ കൂടുതലാണ്, അവർക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും. സോ ആ സമയത്തൊക്കെ ശരിക്കും നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഫ്ലാക്സ് സീഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് കേട്ടോ. കാരണം ആ ഉണ്ടാവുന്ന ആ ഒരു സ്വെറ്റിങ്ങും അതുപോലെ ഭയങ്കര ചൂടും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്ത് നമ്മളൊരു എന്താ പറയുക, ഒരു നല്ലൊരു നോർമൽ ഒരു ഇതിൽ തന്നെ പോകാനായിട്ട് ഈ ഒരു ഭക്ഷണം പദാർത്ഥം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ഇത് റെഗുലറായിട്ട് കഴിക്കുക. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫൈബേഴ്സ് നിറച്ച് അടങ്ങിയിട്ടുള്ളതാണ്. ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ട് ഇപ്പം അത് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ മസ്റ്റായിട്ട് നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിറച്ച് പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അവരുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് കുഞ്ഞുങ്ങളുടെ ഒക്കെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുക. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒരു കൊളസ്ട്രോൾ ലെവൽ കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഡയബറ്റിക് ആണെങ്കിൽ യൂസ് ചെയ്യാം. BP കൂടുതലുള്ളവരാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം ഇതൊന്നും കൂടുതലില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതൊക്കെ ഭാവിയിൽ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളതാണ് കേട്ടോ. കാരണം ഒരു 30 ഗ്രാമെങ്കിലും നമ്മൾ ഡെയിലി ഇത് കഴിക്കണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ട് നമ്മളൊന്ന് പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് എളുപ്പം. കാരണം എല്ലാവർക്കും ഇത് ഉപയോഗിക്കേണ്ട രീതിയാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. കുറച്ച് ഇത് നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ജെല്ല് പോലെയാണ് നമ്മൾ ചവച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഫീൽ ആവുന്നത്. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറിയൊരു ചൂടിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. തണുക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ട് നന്നായിട്ട് പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ
വയ്ക്കാം. ഇത് വെച്ചിട്ട് നമ്മൾ ഒന്നുകിലും നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വെറുതെ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് ആ വെള്ളം നമുക്ക് കുടിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെനോപോസിൻ്റെയൊക്കെ ആ ഒരു കണ്ടീഷൻ അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സാലഡ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ 1 കപ്പിൽ നിങ്ങൾക്ക് ഒരു 2 സ്പൂൺ, കാരണം നമ്മൾ ദിവസം ഒരു 30 ഗ്രാമെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു കപ്പിൽ 2 സ്പൂൺ ഈ പൊടി നമുക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ബാക്കി വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു സാലഡായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പൂരിയും ചപ്പാത്തിയൊക്കെ ഗോതമ്പ് ദോശ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ. സോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പറ്റിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ ആണത്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും പൂരി ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഗോതമ്പ് പൊടിയിലിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓട്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓട്സ് നമ്മൾ ഇങ്ങനെ പാലൊക്കെ ഒഴിച്ചിട്ട് കുടിക്കും, കഞ്ഞി പോലെ ഒക്കെ ആക്കി കുടിക്കുന്നവരുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ 2 സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഡെയിലി നിങ്ങൾ പല ഒരു ഇതിലായിട്ട് എടുത്താൽ മതി. പക്ഷേ 30 ഗ്രാമോളം നമ്മൾ ഡെയിലി അത് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ എനിക്കറിയാവുന്ന ഏകദേശം ഇതിൻ്റെ ഗുണങ്ങളും ഞാൻ ഉപയോഗിക്കുന്ന രീതിയൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിത് റെഗുലറായിട്ട് കഴിക്കുന്നത് കൊണ്ട് പറ്റും. പിന്നെ ഈ പറയുന്നത് പോലെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ. സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോയ്ക്കും അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലതാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.